ഡെയിലി മീഡിയയിലേക്ക് സ്വാഗതം. പുന്നപ്രയിൽ വീണ്ടും കുറുവാ സംഘം എത്തിയതായി റിപ്പോർട്ടുകൾ. ഇപ്രാവശ്യം കളരി ആശാന്റെ മൂക്കിടിച്ച് തകർത്തിട്ടാണ് മോഷ്ടാവ് പോയത്. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് 3-ാം വാർഡ് പ്ലാപ്പറമ്പിൽ വിപിൻ ബോസ് എന്ന യുവാവാണ് മോഷ്ടാവിനെ കണ്ടത്. മോഷ്ടാവുമായുള്ള സംഘർഷത്തിൽ കളരി പരിശീലകൻ കൂടിയായ യുവാവിന് പരിക്കേൽക്കുകയും ചെയ്തു. വടക്കൻ പറവൂർ കുമാരമംഗലത്തെ 5 വീടുകളിൽ കവർച്ച നടത്താനാണ് സംഘം എത്തിയതെന്നാണ് വിവരം. ഭക്ഷണം വാങ്ങാൻ വേണ്ടി വീടിന് പുറത്തിറങ്ങിയതായിരുന്നു വിപിൻ. ഈ സമയം ശബ്ദം കേട്ട് നോക്കിയപ്പോൾ ബർമുടയിട്ട് മുഖം തോർത്തുകൊണ്ട് മറച്ച ഒരാളെ കണ്ടു. ഇതു കണ്ടതും കളരിപ്പയറ്റ് ആശാനായ വിപിൻ കള്ളനെ പിടികൂടാൻ ഒരു മൽപ്പിടുത്തത്തിന് തയ്യാറാവുകയായിരുന്നു. എന്നാൽ വിപിനെ കണ്ട മോഷ്ടാവാകട്ടെ ഒരു പരിഭ്രാന്തിയും കൂടാതെ കൂളായി അവിടെ തന്നെ നിന്നു. അതുമാത്രമല്ല, പിടികൂടാൻ ശ്രമം നടത്തിയ കളരി ആശാനായ വിപിനെ മോഷ്ടാവ് തൻ്റെ കയ്യിലെ ഇടിവള ഉപയോഗിച്ച് വിപിൻ്റെ മൂക്കിടിച്ച് തകർക്കുകയാണുണ്ടായത്. എന്നിട്ട് തമിഴിൽ എന്തൊക്കെയോ അസഭ്യം പറയുകയും ചെയ്തു. അതും കൂടാതെ പകച്ചുപോയ വിപിനെ പോക്കറ്റിൽ നിന്ന് കല്ലുപോലത്തെ ഒരു സാധനമെടുത്തു വീണ്ടും മുഖത്തടിച്ചു. എന്നിട്ടാണ് മോഷ്ടാവ് ഒരു പരിഭ്രാന്തിയും കൂടാതെ സാവകാശം കൂളായി കടന്നു കളഞ്ഞത്. ഇതിനിടയിൽ മോഷ്ടാവിൻ്റെ മുഖം മറച്ചിരുന്ന തോർത്ത് അഴിഞ്ഞു വീണു. ഇയാളുടെ മുഖം വിപിൻ വ്യക്തമായി കണ്ടിട്ടുണ്ട്. കൂടാതെ 2 അംഗ കുറുവാ സംഘങ്ങൾ ഓടിപ്പോകുന്ന ദൃശ്യം പ്രദേശത്തെ CCTVയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. വീടുകളിൽ നിന്ന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പ്രദേശത്ത് 2-ാം തവണയാണ് കുറുവാ സംഘത്തിൻ്റെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ബുധനാഴ്ച പുലർച്ചെ 1-നും 3-നും ഇടയിൽ മോഷണ സംഘം ചേന്നമംഗലം പാലത്തിന് സമീപത്തുള്ള കരിമ്പാടം, കുമാരമംഗലം, തൂയിത്തറ എന്നീ പ്രദേശങ്ങളിൽ എത്തിയിരുന്നു. കരിമ്പാടത്തെ ഒരു വീട്ടുകാർ വാതിലിൽ ശക്തിയായി അടിക്കുന്ന ശബ്ദം കേട്ട് ഉണർന്ന് ലൈറ്റിട്ടതോടെ മോഷ്ടാക്കൾ രക്ഷപ്പെട്ടു. പിന്നിലെ വാതിൽ തുറക്കാൻ ശ്രമിച്ച മോഷ്ടാക്കൾ താഴത്തെ കുറ്റി ഇളക്കി മാറ്റിയിരുന്നു. മുഖം മൂടി ധരിച്ച് കയ്യിൽ ആയുധങ്ങളുമായി വീടുകളുടെ പിന്നിലെ വാതിലുകൾ തുറക്കാനാണ് ശ്രമിച്ചത്. ഒരു വീട്ടിൽ കമ്പിപ്പാര ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. വീടുകളിൽ പുറത്തിട്ടിരുന്ന വസ്ത്രങ്ങളെടുത്താണ് സംഘം മുഖം മറച്ചത്. ഇതോടെ പോലീസ് പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. പകൽ സമയങ്ങളിൽ ആക്രി പെറുക്കിയും വിവിധ സ്ഥാപനങ്ങളിൽ തൊഴിലെടുത്തും സ്ഥലങ്ങളെല്ലാം നിരീക്ഷിച്ച് കുറുവാ സംഘം രാത്രിയാണ് മോഷണം നടത്തുക. 2021-ൽ 75ഓളം പേരടങ്ങുന്ന സംഘം പാലക്കാട് അതിർത്തി വഴി കേരളത്തിലേക്ക് കടന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നു. മാരകായുധങ്ങളുമായി രാത്രികാലങ്ങളിലാണ് കുറുവാ സംഘത്തിൻ്റെ സഞ്ചാരം. ഇവർ ഏതടവും പയറ്റും. എതിർക്കുന്നവരെ വകവരുത്താനും ഒരു മടിയുമില്ല. സംഘത്തിൽ ചെറുപ്പക്കാർ മുതൽ 55 വയസ്സ് പിന്നിട്ടവർ വരെയുണ്ട്. പെട്ടെന്നൊന്നും കീഴ്പ്പെടുത്താൻ കഴിയാത്ത ഒരു 4-5 പേരെയൊക്കെ പോലും ഒറ്റയ്ക്ക് നിന്നും മല്ലിടാൻ ശേഷിയുള്ള ആരോഗ്യവാന്മാരായ കായികാഭ്യാസികളാണ് ഇവരിൽ പലരും. അതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇവരെ കാണാനിടയായാൽ യാതൊരു മുൻകരുതലുമില്ലാതെ എടുത്തുചാടി, ആവേശം കൊണ്ട് എടുത്തുചാടി പിന്തുടർന്ന് പിടിക്കാൻ പോകുന്നത് വളരെയധികം അപകടമായിരിക്കും. ഇക്കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തുവാനാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്.